ഈ ചെറുക്ക ഇത് എവിടെ ചെന്ന് കിടക്കണ്? രാവിലെ തേങ്ങ ഒതുക്കാൻ കൊണ്ടുവന്നെ. എടാ കുമാരേ, ഡേയ് കുമാരേ, എന്താ പറഞ്ഞേ? വെള്ളം കുടിച്ചിട്ട് വരാന്ന്. എന്തൊരു ചെറുക്കനാന്തോ രാവിലെ വിളിച്ചോണ്ട് വന്നത്. 4 തേങ്ങ പൊതിക്കും, വെള്ളം കുടിക്കാൻ പോവും. തിരിച്ചു വരെ 2 തേങ്ങ പൊതിക്കും, പെടുക്കാൻ പോവും. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരെ 2 തേങ്ങ പൊതിക്കും, പിന്നെയും വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞു പോവും. ഈ വെള്ളം കുടിക്കാൻ പോണ എവിടെന്ന് അറിയാമോ? ബാലകൃഷ്ണന്റെ കടയിൽ മുകളിലത്തെ മറ്റേ ഒരു മഞ്ഞ കളർ വെള്ളം ഉണ്ടല്ലോടാ, എന്തൊരു റിങ്സ് എന്തോ പറയണേ, അത് തന്നെ. എന്താ പൊടി ഇളക്കി കൊടുക്കൂലേ വെള്ളം, ആ വെള്ളമാണ് ഈ ചെറുക്കൻ മൊത്തം കുടിച്ച് കയറ്റണത്. ഞാൻ പറഞ്ഞിടാ അത് കുടിക്കല് വിഷമാണ് കലക്കി തരണേന്ന്. അതൊക്കെ നമ്മൾ അങ്ങനെയൊന്നും കുടിച്ച കാലമൊന്നും ഇല്ലല്ലേ. ഞാൻ പറഞ്ഞ മക്കളെ നീ വാ, നിനക്ക് താണ്ട കരിക്ക് വെട്ടി കുടിയെന്നും പറഞ്ഞ് ആരോഗ്യമെങ്കിലും കിടക്കട്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ പണ്ട് കഞ്ഞി വെള്ളത്തിനകത്ത് 2 വറ്റിട്ട് ഉപ്പ് ഇട്ടങ്ങ് കലക്കി കുടിക്കും രാവിലെ. അതല്ലേ ഈ ഞാൻ ഇങ്ങനെ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാ മനസ്സിലാവുമോ? ഈ ആ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെ. ഫോൺ അടിക്കുന്ന ദൈവമേ, അയ്യോ ഈശ്വര, ഫോണാണോ? നീട്ടി വിളിച്ചൂടെ? എന്റെ ഇളയ മോൻ വാങ്ങിച്ചു തന്നത് നമ്മൾ തറയെ വെക്കൂല, അതാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. വെള്ളമൊക്കെ കൊണ്ടാലേ പെട്ടെന്ന് ചീത്തയായി പോകും, അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഗോൾ അടിച്ച് 3 കയറ്റി 3 നോക്കും. എടാ നീ എന്റെ എതിർ ടീമാണെങ്കിൽ എന്നെ വെടിച്ച് നീ ഗോൾ അടിക്കണ്ടേ? എടാ നിനക്ക് വേറൊരു ഗോൾ അറിയാമോ? ബൈസൈക്കിൾ കിക്ക് എന്ന് പറയും. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒറ്റ അടി. നീ കഴിഞ്ഞ മാസം ഒരു ബൈസൈക്കിൾ കിക്ക് അടിച്ച് ഓർമ്മേണ്ട? അവസാനം നിന്റെ മുട്ടിന്റെ ചിരട്ട 8 പൊട്ടിയിട്ട് നിന്റെ സൈക്കിൾ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ആ ഓട്ടോ മൊത്തം രക്തം വരുന്നത്. അതുകൊണ്ട് ദൈവം നിന്നെ കൊണ്ട് പറ്റണ വല്ല കാര്യം നീ ബൈക്ക് സൈക്കിൾ ഒന്നും അടിക്കാൻ പോവരുത്. ഓക്കെ ഓക്കെ. ആരുടെ ഇവിടെ തേങ്ങ എത്ര കൂടെ കൊണ്ടിട്ടത്? എന്തിനാ തേങ്ങ കൊണ്ടിട്ട് കളിക്കുന്ന സ്ഥലമല്ലേ? പോവാടാ ഞാൻ തേങ്ങ. 4 മണിക്ക് കളിക്കാൻ വരുന്ന കറിഞ്ഞൂടെ? അയ്യോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അമ്മച്ചി നമ്മള് 4 മണിക്ക് ഇവിടെ കളിക്കുമെന്ന് സ്ഥിരമായിട്ട്. ഈ 4 മണിക്ക് അയ്യോ 4 മണിക്ക് യവന്മാർ ഇവിടെ കളിക്കാൻ വരും. അതുകൊണ്ട് നീ പൊതിച്ച് നീ വീട്ടിൽ ചെന്നിരിയേ എന്ന് പറയാം. മതിയാ? എന്താ നിങ്ങളെ സ്ഥലമൊന്നുമല്ലല്ലോ ഇത്. ഒരു തോമസ് സാറിന്റെ സ്ഥലമല്ലോ. തോമസ് സാറൊക്കെ അന്ന് ലണ്ടനിൽ പോയി എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കണത്. അതുകൊണ്ട് ഇത് നോക്കാൻ എനിക്കറിയാം കേട്ടാ. അമ്മച്ചി ഇതെടുത്തോണ്ട് വീട്ടിൽ പോകാൻ പറ്റി, നമുക്ക് കളിക്കണമെന്ന്. മക്കളെ എനിക്ക് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റില്ല. ഒരു ചെറുക്കനെ വിളിച്ചോണ്ട് വന്നാളെ രാവിലെ മുതൽ അവൻ മറ്റേ കുടിപ്പും പെടുപ്പുമായിട്ട് നടക്കുന്നു. ഞാൻ പിന്നെ എന്തറിയേ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് കളിക്കണമെങ്കിലേ നിങ്ങൾ 2 പേരും കൂടെ ഇത് തിരിത്തോലിച്ച് വീട്ടിൽ കൊണ്ടിട്ട് തരും. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കുന്നു. വീട്ടിൽ തേങ്ങ ഒതുക്കാൻ ഇവിടെ ഒന്ന് തേങ്ങ ഒതുക്കാനായിട്ട് നിങ്ങൾക്ക് വയ്യ പൊതിക്കാനായിട്ട്. കാലും കിടച്ചാണ്ടി വയ്യാത്തടുത്ത് ഞാൻ കാലും കിടച്ചാണ്ടി വയ്യേ. നീ കേക്കണം, കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോഴേ പെൻഷൻ ഓഫീസർ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ വരും. എന്താണ് കിടന്ന് കറങ്ങിയത്? ആരോടെ പറയല്ലേ മക്കള്, ഞാനേ വിധവ പെൻഷൻ ഇത് അപേക്ഷിക്കാൻ വേണ്ടി പോയത് അവിടെ. അതിന് ഗോപിയപ്പ മരിച്ചിട്ടല്ല, കട്ടില് കിടക്കണല്ലേ ഉള്ളു. എടാ സർക്കാർ കാര്യമാണ്, നമ്മൾ ഇപ്പോഴേ അപേക്ഷിച്ചിടണോടാ. ഡോക്ടർ പറഞ്ഞിരിക്കണത് ഇന്നാ നാളെയാ നമ്മൾ ഇപ്പോഴേ അപേക്ഷിച്ചിട്ടാ 16 അടിയന്തരത്തിന്റെ അന്ന് ഇഡ്ഡലി സാമ്പാർ തിന്നിട്ട് നേരെ പോയി പെൻഷൻ വാങ്ങിക്കാം. അല്ല മറ്റേ ഞാനൊന്ന് ചോദിച്ചോട്ടാ, അഥവാ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് ഗോപിയപ്പ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കിണർ കിടക്കുകയല്ലേ? അല്ല കിണറിലെന്ന് കൂടി ഞാൻ വെള്ളം കോരി കുടിച്ച് ജീവിക്കുമെന്ന് പറയണ കേട്ടാ തോന്നുന്നു ഇവർക്ക് ഒരു പൈസ ഇല്ലാത്ത പോലെ. നിങ്ങൾ എന്തിനാ സർക്കാർ ഒരുപാട് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. സൗജന്യ ബസ് യാത്ര, സൗജന്യ റേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് കൊള്ളല്ലേ? എടാ റേഷൻ കാർഡൊക്കെ ഉണ്ട്. മെനിഞ്ഞാന്ന് മുതലാണ് റേഷൻ കിട്ടി തുടങ്ങിയത്. കൊള്ളം പറയണത്. അല്ല അതിന് മുന്നേ റേഷൻ കാർഡ് നിൽക്കില്ലായിരുന്ന? ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് 2 പിള്ളേരുണ്ടല്ലോ, അറിയാലോ, ആമ്പിള്ളേര്. ബിജു സജു ഇവന്മാരെയും എന്റെ റേഷൻ കാർഡിൽ കൂടെ തന്നെ പേരിട്ടിരിക്കുന്നത്. എടാ ഈ ബിജുവിന്റെ പെണ്ണിന്റെ പെണ്ടാട്ടിയുടെ പേരിന്റെ അവിടെ സജുവിന്റെ പെണ്ടാട്ടിയുടെ, സജുവിന്റെ പെണ്ടാട്ടിയുടെ പേരിന്റെ അവിടെ ബിജുവിന്റെ പെണ്ടാട്ടിയുടെ പേര്. പിന്നെ എങ്ങനെ റേഷൻ തരൂ? എവര് പറഞ്ഞ് എന്തൊക്കെ കുഴപ്പമുണ്ട്. ഞാൻ മാറ്റണം ഓഫീസിൽ പോയി അങ്ങ് കൊറേ നടന്ന് എല്ലാ ദിവസവും പോകൂടാ. കയറി ഇറങ്ങി ഒന്നും നടന്നില്ല. പിന്നെ അവന്മാരല്ലേ മാറ്റിയെടുത്തത്. പേര് മാറ്റിയതല്ല, പെണ്ടാട്ടികളെ മാറ്റിയെടുത്തു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, അങ്ങനെ നടത്തി. ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചടാ. ഇതൊക്കെ ആര്? ഇതാണ്
നെയ്മർ ബ്രസീൽ. Into Neymar. Could be a chance here. Goes for the ഞങ്ങൾ return. ബ്രസീൽ ഫാൻസ് വെച്ചാണ് നെയ്മർ ഇത്തവണ നെയ്മർ കപ്പ് കൊണ്ടുപോകും. അമ്മച്ചി നമ്മൾ അർജന്റീന ഫാൻസിന്റെ കണ്ട ഫുട്ബോളിന്റെ മിസിക It's Messi drifting inside, looking for space. ഇത് ഇവന്മാര് വെച്ചാണ് ഇവന്മാര് പോർച്ചുഗലിന്റെ ആരാധകന്മാരാണ്. ഇതാണ് ക്രിസ്ത്യാനി റൊണാൾഡോ. Ronaldo. ഈ റൊണാൾഡോ ക്രിസ്ത്യാനിയാടാ? അല്ല പഞ്ചാബി. പഞ്ചാബികൾക്ക് ഒരു തല കെട്ടില്ല. തുണി ഉണക്കാട്ടെ ഉണക്കിട്ട് എടുത്തോണ്ട് തലേ നല്ല കളർ കേട്ടാ. ഗോതമ്പ് തിന്നണോണ്ടാണ് ഇങ്ങനെ ആരോഗ്യവും നല്ല കളർ കേട്ടാ. അമ്മച്ചി ഒരു കാര്യം തന്നെ, ഗോതമ്പ് കുറുക്കി തിന്നാ നിങ്ങൾക്ക് കളറൊക്കെ വരും. റേഷൻ കാർഡിൽ ഇത് കിട്ടും. ഗോതമ്പ് ഫ്രീ ആയിട്ട്. കഷ്ടം ആലോചിക്കണം. പൊതിച്ചാടാ കളിക്കല്ലേ കളി തേങ്ങ പതിക്കണ്ടേ? നമ്മൾ മാത്രല്ല മറ്റല്ല അങ്ങേരും നല്ല ബാഗ് കളിക്കാൻ പറ്റില്ല. അതിന് എടാ ചോദിക്കാൻ മറന്നു. അവൻ എവിടാ കമ്പട് കളി കളിക്കുന്നവൻ? ഫുട്ബോൾ അറിഞ്ഞുകൂടാ, അങ്ങനെ ക്രിക്കറ്റ് മാത്രമേ അങ്ങനെ അറിയാവൂ. അതും അറിഞ്ഞൂടാ അവന്. ആര് പറഞ്ഞു? എടാ ഞാൻ ഇവിടെ ഇരുന്ന് കളി കാണണല്ലേ. ആ ചെറുക്കൻ അതൊന്നും അറിഞ്ഞൂടെന്ന് കളിക്കാനൊന്നും. പിന്നെ അവ ഇവിടെ വരുമ്പോ എനിക്കൊരു ഉപകാരമുണ്ട്. എന്തൊരു ഉപകാരം? അവ ഇവിടെ വന്ന് ബാറ്റ് കൈകൊണ്ട് എടുക്കുമ്പോ ഞാൻ തുണി നനച്ചങ്ങ് വിരിച്ചിടും. അവന്റെ ബാറ്റിന്റെ വീശലി എന്റെ തുണി മൊത്തം അങ്ങ് അത്രയും വീശോ കാറ്റ്? വീശുവെന്നാ എന്റെ വീട് പറന്നു പോവാത്തത് ഭാഗ്യം. ഇപ്പൊ മൂത്ത മോളെ വീട്ടിൽ പോയതേക്കാണ്. എന്താണ് കല്യാണം കഴിച്ചയച്ചില്ല കൊച്ചിന്. ആ കൊച്ചിന്റെ മോക്ക് ഇപ്പൊ കോച്ചിങ് കൊടുക്കണം മോന്. ആ ചെറുക്കൻ ബാറ്റ് പിടിക്കണേന്നു ഇങ്ങനെ തല്ലിക്കൊല്ലും. എനിക്കറിഞ്ഞൂടെ ഈ ചെറുക്കൻ ജോലിക്കും കൂലിക്കും പോവാതെ എവന്റെ തന്നെ ഞാൻ പറഞ്ഞു എടാ നിന്റെ അച്ഛന്റെ കൂടെ പോത്തിനെ കെട്ടാൻ പോടാന്ന് ഞാൻ പറഞ്ഞു. ഈ പിള്ള കാള കളിച്ചോണ്ട് നടക്കരുത് ആര് പറഞ്ഞ കേൾക്കണം. അവന്റെ പെണ്ടാട്ടി എങ്ങനെ പിണങ്ങി പെയ്യത്? എങ്ങനെ? എടാ ജോലിക്കും കൂലിക്കും പോവാതിരുന്ന പിന്നെ പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കുവോ? അങ്ങനെയാണ് പിണങ്ങി പെയ്യത്. എന്നാലും അവൻ ഇപ്പോഴും കളി തന്നെ. കുട്ടാണ് പറഞ്ഞു കേട്ടാ. Hi, pros. നമുക്ക് കളി കളിച്ചാലോ? ഒരു കളി നമുക്ക് കളിച്ചാലോ? എന്നാ ക്രിക്കറ്റ് ഇല്ല, ഫുട്ബോൾ ആണ് ഇപ്പൊ നമ്മള്. വേൾഡ് കപ്പ് തുടങ്ങി, ഞങ്ങൾ ഫുട്ബോൾ മാത്രമേ കളിക്കൂ. കളി കളിക്കാൻ സിക്സ് അടിക്കുന്ന എനിക്ക് IPL കഴിഞ്ഞ് ഇപ്പൊ ഫുട്ബോൾ തുടങ്ങി. നമ്മള് ഫുട്ബോൾ ആണ് ഇപ്പം. ഫുട്ബോൾ ക്രിക്കറ്റ് ഒന്നും ഇല്ല. അതങ്ങനെ ഫുട്ബോൾ കളിക്കാം. വേണ്ടത് അങ്ങോട്ടോ കണ്ട നെയ്മർ മെസ്സി അർജന്റീന മെസ്സി കണ്ടാ. മെസ്സി കർണാടക എന്ത് ഭാഗ്യമാനല്ലേ മെസ്സി. പുള്ളിക്ക് മാസം കോട്ട കിട്ടൂലേ? കോട്ടന്റെ പട്ടാളക്കാർക്കല്ലേ? പുള്ളി പട്ടാളക്കാരനല്ലേ? പട്ടാളക്കാരനാ? കേണൽ മെസ്സി കേട്ടല്ലേ? ഫുട്ബോളൊക്കെ എനിക്ക് അറിയാതെ ഞാനൊക്കെ ഒരുപാട് കളിച്ചാണ് ഫുട്ബോൾ. എത്ര രാജ്യങ്ങൾ ക്ലബ്ബുകൾ കൊണ്ട് ഞാൻ കളിച്ചാന്ന് പറയും. അങ്ങനെ ഒരു ഇത് പറയരുത്. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞല്ലേ നെറുകെട്ട കളിയാണ്. എവിടെ നെറുകെട്ട കളി? സൂപ്പർ കളിയാണ് ഫുട്ബോൾ. നെറുകെട്ട കളിയാണ്. എടാ ഒരു പയ്യൻ ബോൾ പിടിക്കാൻ വേണ്ടി നിൽക്കുമ്പോ കുറെ ചെറുപ്പക്കാര് തട്ടി കൊണ്ടുപോയി അവന്റെ കൈ കൊടുക്കാതെ നേരെ നെറ്റിലേക്ക് അടിച്ചിട്ടു. പൂക്കെടുത്തല്ലേ കാണിക്കുന്നത്? അല്ല അങ്ങനെ അടിച്ചാൽ അത് ഗോളാവുള്ളൂ. അത് ശരിയല്ല. അതാ ഞാൻ അങ്ങനെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു വകയെ ഫുട്ബോൾ അറിയില്ല. നീ ഇന്ന് ആരായിട്ടുള്ള കളി? ആരായിട്ട് കളി? സ്പെയിന്റെ കളിയാണ്. സ്പെയിൻ എന്ന് പറഞ്ഞ അടിപൊളി കളിയാണ്. അടിപൊളി കളി സ്പെയിൻ എന്ന് പറഞ്ഞാൽ തട്ടി നേരെ കയറ്റിട്ട് ഒറ്റയടി ഹെഡ് ചെയ്ത് ഞെട്ടിപ്പോ. സ്പെയിൻ എന്ന് പറഞ്ഞ സൂപ്പർ കളിയാ. ഈ സ്പെയിൻ ഏത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത്? ഇന്തോനേഷ്യ. കളിയാക്കണ്ട നീ എന്നെ കളിയാക്കണ്ട. ഒരാൾക്ക് രണ്ട് രാജ്യത്ത് കളിക്കാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ. അങ്ങനെ നീ എന്നെ കളിയാക്കുന്ന തല തല്ലി ചാവും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ധൈര്യം ഉണ്ടെങ്കിൽ ഫുട്ബോൾ കളി. അതെ തന്നെ ഞാൻ കളിക്കാം. ഫുട്ബോൾ കളിക്കാം. കളി എന്നല്ലേ പറഞ്ഞു. കളി. ഞാനാണ് ബോളി. ബോളി. അപ്പൊ ഞാൻ പായസോ? ബോളി എന്ന് പറയുമ്പോ ഞാന് കളിച്ചു കളിക്കണം. നിങ്ങൾ ബോളി ആവണ്ട. നിങ്ങൾ ഇവിടെ കളിച്ചാൽ മതി കേട്ടാ. ഞാൻ ഇവനും ഒരു ടീമാണേ. ഞാനും ഉമ്മാരും ഒരു ടീം. നിങ്ങൾ മൂന്നുപേരും. ഓക്കെ റെഡി. കളിയ പാസ് ചെയ്തു. റഫീം അയാളിന്ന് ക്രിക്കറ്റിലാണ് ഔട്ട്. ഇതിൽ ഔട്ടില്ല. അപ്പുറത്തെ ഔട്ടാണത്. അറിയാൻ പാടില്ല നിനക്ക് കളി. നീ എന്താ അങ്ങോട്ട് അടിച്ചിടലടാ.
എന്തൊരു കഷ്ടം നോക്കിയാണ്. മിക്കവാറും അപ്പന് വിധവാ പെൻഷൻ മേടിക്കേണ്ടി വരും. ഞാൻ കറക്റ്റ് എറിഞ്ഞു തരാം അത്. മര്യാദക്ക് കളിക്കാൻ പറയാൻ പാടില്ല. അത് ത്രോ നീ എടുത്ത് എറി. ഞാൻ എടുത്ത് എറിയാന്ന് പറഞ്ഞില്ല, പിന്നെ നിന്നത് ഓർമ്മകൾ പോയി മറഞ്ഞു എന്റെ ആ രാത്രി പേരറിയാത്തു തകർത്തു അകത്തു വന്നേ കണ്ണടച്ചുറങ്ങുമൻ കുട്ടന് ഒന്നു കൊല്ല വിളിച്ചെന്റെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത് മാറിപ്പോയതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരുപാട് വലിച്ചെന്നോ അല്ല അറിഞ്ഞ അവിടെ കിടന്നെയാണ്. ഇവിടെ നോക്കിയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ ഇവിടെ കിടന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഇങ്ങനെ കിടന്നു, നീ അടിച്ച് ഞാൻ ഇത് എടുത്ത് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് പയ്യാണ് എറിഞ്ഞത്. ആ ഓർമ്മകൾ പോയി എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു ആ പേരറിയാത്തൂർ ചെറ്റ തകർത്തു അകത്തു വന്നേ പിന്നെയാണെങ്കിലേ അറിയാതെ ഇങ്ങനെ ഞാനല്ല ഇനി നീ ഇവൻ കുട്ടിക്കളി കളിച്ച് നടക്കാതെ പണിക്ക് പോണം. പണിക്ക് കേട്ടടാ, പണിക്ക് പോയി കുടുംബം നോക്കണം. കുടുംബം ഞാന് പോത്തിനെ നോക്കാൻ പോണം. പണിക്ക് പോണം. തിരിച്ചു വരുമ്പോ നിന്നെയൊക്കെ ഇവിടെ കണ്ട നിന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കും. എന്നാലും പോയി മറഞ്ഞു, അച്ഛൻ പോയി മറഞ്ഞു. അല്ല ഇന്നലെ വരെ ജോലിക്കും കൂലിക്കും പോകില്ലെന്ന് പറഞ്ഞിട്ടേ പുള്ളി പോത്തിനെ അഴിക്കാൻ പോയെന്ന്. എടാ, ഈ എറി നീ നേരത്തെ എറിഞ്ഞിരുന്നെങ്കിൽ ആ കുടുംബം ഇങ്ങനെ നശിച്ചു പോകൂലായിരുന്നടാ. നീ ഞാൻ ഒരു കാര്യം പറയാം. എന്നാ, ഇത് പിടി, നീ ഇത് പിടി. നീ അവന്റെ തലയിൽ എറിയണം, നീ ഇവന്റെ തലയിൽ എറിയണം. അങ്ങനെയെങ്കിലും നീയൊക്കെ ഒന്ന് ജോലിക്ക് പോടാ, കാള കളിച്ച് നടക്കാതെ. എന്നാലും ഞാൻ ആലോചിക്കണതല്ല, ഈ കളർ വെള്ളം കുടിക്കാൻ പോയ ഈ ചെറുക്ക ഇത് ഇവിടെ ചെന്ന് കിടക്കുന്നത്. എടാ കുമാരേ, കുമാരേ, അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.